8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കയ്യിൽ കിട്ടുന്നത് എന്തായാലും തന്റെ കരവിരുതുകൊണ്ട് പൂക്കാലം തീർക്കുകയാണ് കൊണ്ടോട്ടി കിഴിശ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീർ. പുല്ല്, മുള, ഇലകൾ, അടയ്ക്കാത്തൊണ്ട്, ചോളത്തൊലി, മരത്തൊലി തുടങ്ങി ഏത് വസ്തുവിലും ഷാഹിന വർണ്ണം വിരിയിക്കും. പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എത്ര കാലം കേടാവാതിരിക്കുമെന്ന് ഷാഹിനയ്ക്ക് മുൻകൂട്ടി അറിയാം. അവ തെരഞ്ഞുപിടിച്ച് ശേഖരിക്കുകയാണ് ആദ്യപടി. ചെറിയ വിലയ്ക്ക് ഫാബ്രിക് കളർ പൗഡറുകൾ കടകളിൽ ലഭിക്കും. പൂക്കളും തണ്ടുകളും വേറെ വേറെ ചായം തേച്ച് എക്സിബിഷനുകളിൽ എത്തിക്കുകയാണ് പതിവ്. സ്റ്റാളുകളിൽ ഇരുന്ന് ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ബാക്കിയുള്ള നിർമ്മാണം നേരിട്ട് കാണുന്നത് ആളുകളിൽ കൗതുകമുണർത്താറുമുണ്ട്. ഇതിനെല്ലാം അമ്മൂസ് എന്ന് വിളിക്കുന്ന ആദിത്യയും ഉണ്ടാകും സഹായത്തിന്. അലങ്കാരപ്പൂ നിർമ്മാണം സ്കൂൾ വിദ്യാർത്ഥിയായ ആദിത്യയ്ക്ക് വരുമാന മാർഗവുമാണ്. കാഴ്ചാ പരിമിതർക്ക് മുളകൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ പരിശീലനം നൽകുന്നുണ്ട് ഷാഹിന. അത്തരം കുട്ടികളെയും കൂട്ടി പലതരം പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കണമെന്നതും ഷാഹിനയുടെ ആഗ്രഹമാണ്. കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത്. കുടുംബശ്രീയുടെ എക്സിബിഷൻ പായസവുമായി പോകുന്ന ഉമ്മയുടെ കയ്യിൽ ചില കരകൗശല വസ്തുക്കൾ കൊടുത്തയച്ചു നോക്കി. നല്ല പ്രതികരണമാണ് കിട്ടിയത്. പിന്നീട് കുടുംബശ്രീ മേളകളിൽ സ്ഥിരം സാന്നിധ്യമായി. ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ രീതികൾ അറിയാത്തതുകൊണ്ട് സർക്കാർ ഒരുക്കുന്ന മേളകളാണ് തന്നെ പോലുള്ളവരെ നിലനിർത്തുന്നതെന്ന് ഷാഹിന പറയുന്നു. പ്രകൃതിയിൽ നിന്ന് ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ളൊക്കെ എടുത്തിട്ട് ഒരു 4-5 വർഷം കേടുകൂടാതെ നിൽക്കുന്ന രീതിയിലാക്കിയെടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യണത്. സ്റ്റാർട്ടിങ് ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കല അറിയുന്നതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഒരിക്കൽ ഒരാൾ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തു. ഫസ്റ്റിൽ അവരത് കൊണ്ടുപോയില്ല. പിന്നെ ഞാൻ ഇതെന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുടുംബശ്രീയിലെ എക്സിബിഷന് പങ്കെടുത്തത്. ആ എക്സിബിഷനിലൂടെയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സിബിഷനിൽ എല്ലാ എക്സിബിഷനിലും പോവാറുണ്ട്. ഇപ്പോൾ ഡൽഹി, ഗോവ, പഞ്ചാബ് ഒക്കെ പോയി വന്നിട്ടുണ്ട് സരസിൻ്റെ ഇതിൽ. പിന്നെ വ്യവസായത്തിൻ്റെ ഇതിലും പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ്റെ ഇതിലും പിന്നെ ബാംബുവിൻ്റെ ഓഫീസിൽ നിന്ന് ഇവരിനൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടിങ് ആണുള്ളത്. ഇല്ല പിന്നെ എക്സിബിഷന് കൊണ്ടുപോയാൽ തന്നെ മൊത്തം എനിക്ക് സെയിൽ നടക്കാറുണ്ട്, മൊത്തം തീരാറുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരു ഇതിലായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു മൈൻഡ് അറിയില്ല സത്യം പറയുകയാണെങ്കിൽ. എനിക്ക് എല്ലാ ഓഫീസിൽ നിന്നും നന്നായിട്ട് ജില്ലാ മിഷൻ, നമ്മളെ വ്യവസായത്തിൽ നിന്ന് ജില്ലാ മിഷനും നമ്മൾ ഇവിടുത്തെ കുഴിമണ്ണ പഞ്ചായത്തുകാർക്ക് ചിലപ്പോൾ എന്നെ അറിയില്ല, അത്ര വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഓഫീസിലേക്കാണ് മെയിനായിട്ട് എനിക്ക് കൂടുതലായിട്ടും. നമ്മളൊരു ബിസിനസ് വർക്ക് തുടങ്ങുമ്പം ഫസ്റ്റിലൊരു വീഴ്ച നല്ലോണം പ്രതീക്ഷിക്കും. ഈ വർക്ക് ചെയ്തിട്ടും അന്ന് ഞാൻ വീണിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു.
പക്ഷേ ഇതിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്താണ്ട് പിന്നെ പിന്നെ നമ്മളൊരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൊണ്ടോട്ടിയാണ് ഞാൻ ഈ ഫ്ലവർ വെക്കണമെങ്കിൽ എനിക്കൊരു 10 രൂപയെങ്കിലും കിട്ടൂല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം, എറണാകുളം, കൊച്ചിയൊക്കെ ആണെങ്കിൽ ഇതൊരു 30 എന്ന് പറഞ്ഞാൽ എന്താ ചീപ്പ് വില എന്നാണ് ചോദിക്കുക. അത്രയും കുറഞ്ഞ റേറ്റ് എത്ര, കാരണം ഓരോ ഏരിയക്ക് അനുസരിച്ചാണ് നമ്മളെ ബിസിനസ് നടക്കുന്നത്. വർഷത്തിൽ 8-10 മേള മതി ഒരു വർഷത്തേക്കുള്ള വരുമാനം കണ്ടെത്താൻ. ഉൽപ്പന്നങ്ങൾ എക്സിബിഷനുകളിൽ എത്തിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം വലിയ പ്രോത്സാഹനവും പിന്തുണയും നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ്, കുടുംബശ്രീ എന്നിവ വഴി ഡൽഹി ഉൾപ്പെടെ കേരളത്തിന് പുറത്തും ധാരാളം വേദികൾ കിട്ടുന്നുണ്ടെന്നും ഷാഹിന വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.